Hello guys, welcome to our new vlog. പാസ്പോർട്ടിൽ ഒരു അച്ചു വെക്കാനാ പോകുന്നത്. അപ്പൊ അതിനകത്ത് നോക്കിയാ എന്തെങ്കിലും ഷെഡിട്ടണോ ഷെഡിട്ടില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് പോണത് തായ്ലാൻഡിലേക്കാണ്. നമ്മൾ പാർട്ട്നേഴ്സ് എല്ലാവരും പാടെ കൂടിങ്ങാണ്ട് പോവാണ്. നമ്മളെ കൂടെ ഇന്ന് വലിയൊരു സെലിബ്രിറ്റി ഉണ്ട് യാത്രക്ക്. റിജല്ല റിവീൽ ചെയ്യാൻ പറ്റാത്ത സെലിബ്രിറ്റി ഉണ്ട്. അതന്നെ. ആരാ? അല്ല, അത് ആരാന്നുള്ളത് സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ നിലവില്. ഞാൻ പറയുമ്പോ അത് ഇപ്പൊ നിലവിൽ കാണിക്കണ്ട. ഫ്ലൈറ്റ് എത്ര മണിക്കാ അറിയാം എനിക്ക്? ഫ്ലൈറ്റ് നമുക്ക് രാത്രി ഇപ്പൊ നേരെ എത്ര അറിയാം? 4 മണി. ഇപ്പളേ ഇതിനെ കെട്ടി അല്ല, ഇപ്പൊ സമയം എത്ര അറിയോ? 3:30 കഴിഞ്ഞു. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് എവിടുന്ന അറിയാം? ഫ്ലൈറ്റ് എവിടുന്ന? നമുക്ക് ഫ്ലൈറ്റ് എവിടുന്ന? കോഴിക്കോടുന്നല്ല, എറണാകുളത്ത്. ഇന്ന് ഏറ്റവും കൂടുതൽ നേരെ ബന്ധിപ്പിച്ച ആരറിയോ? ഇജാണ്. 11 മണിക്കാനോട് റെഡി ആവാൻ പറഞ്ഞിട്ട് ഇപ്പൊ സമയം 3:30. 10:30 മണിക്ക് ഞാൻ റെഡി ആയി നിൽക്കണ്ടേ. ഞാൻ റെഡി ആയിട്ട് ഞാൻ ഒരു ഉറക്കം നീച്ചു. എന്നിട്ടും ഇവിടെ പോവാനുള്ള കാര്യങ്ങൾ റെഡി ആയിട്ടില്ല. ഒരു ടീം പോയി. അതിപ്പോ എനിക്ക് തോന്നണ അവിടെ എയർപോർട്ടിൽ എത്തിണ്ടാവും. നമ്മ ഇവിടെ ഡിക്ക് പറഞ്ഞ ഡിക്ക് തുറക്ക്. അതിന് ഇതിന്റെ അറിയില്ല, ഇതിന്റെ സ്വിച്ച് ചെയ്താൽ അറിയില്ല. ഇത് 10-30 ലക്ഷം റുപ്യ കൊടുത്ത് വാങ്ങിയിട്ട് കാര്യമില്ല. ഇത് എങ്ങനെ ഓണാക്കേണ്ടി അറിയണം. ഇത് ചാട്ടാക്കാൻ അറിയാൻ പിന്നെ തോട്ടണം. ഇത് അൻ്റെതാ വാസത്തെ? ഇത് ഫുള്ള് അൻ്റെതാ? ഏത്? ഇജപ്പൊ എത്ര ദിവസത്തിനാ പോരുന്നത്? ഇത് 4 ദിവസത്തിന്റെ ടൂറാ. നോക്കിയാ പെണ്ണ് ആരായി പറയണേ? സ്ഥലം കഴിഞ്ഞോ? പറയുമ്പോഴേ നല്ലൊരു ബൈക്ക് എടുത്ത് കാണ്ടായ്മ പോരെ. അന്നോടൊന്നും കൊജൂല. എത്തും അപ്പൊ ഡിക്കൊക്കെ ഉള്ള വണ്ടി നോക്കി എടുത്തൂടെ പാസിത്തെ? ഡിക്കുള്ളത് നമുക്ക് കെട്ടുമ്പോ നല്ലത് നോക്കിയെടുക്കാം. അടച്ചു നോക്കിയാ കൊള്ളിട്ട് നോക്കിയാ എന്നിട്ടോ? അല്ല, ഒന്നുവാണെങ്കിൽ ഉള്ളിൽ വെക്കാം. അല്ല, ഉള്ളിൽ വെച്ച് കഴിഞ്ഞാല് കടത്തിയത് ഈ സാധനം അല്ലെങ്കിലേ ഈ ഉള്ളിലത്തെ വേണമെങ്കിൽ ചരിച്ചു വെച്ചാൽ മതി. ഇത് 1500 പെട്ടിയല്ലേ? അല്ലാതെ ഇത് മറ്റേ ടോമി ഹിൽഫിഗറിന്റെ പെട്ടിയൊന്നല്ലോ. അത് പൊന്തിച്ചൂല. ആടെ നോട്ടെ കിട്ടും. ഇത് റെഡിയാ. 500 രൂപയ്ക്ക് 2 കിട്ടിയാ. അല്ലറിനോട് കണ്ടേ വരാൻ പറഞ്ഞ. ഞാൻ പറയുമ്പോഴേ ഇത് ഫുള്ള് എടുത്തിട്ടുണ്ടല്ലോ. ഫുള്ള് എടുക്ക്. അതൊന്നുകൂടി അലൈൻമെന്റ് റെഡിയാക്കാണ്ട് ഒന്നുകൂടി മട്ടം പോലെ തൂറാത്തം തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ടാറിന മാതിരി. ഇത് ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് പോവാണ്. പക്ഷെ അറിയില്ല. ഇങ്ങനെ അല്ലടാ, ഇതൊക്കെ ഇങ്ങനെയാണ് വെക്കണ്ടേ. തങ്കൻ ആദ്യമായിട്ടല്ലേ പോരുന്നേ? ഇന്റർനാഷണൽ ആദ്യമായിട്ടല്ലേ? ഇന്റർനാഷണൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിലല്ലേ എന്റെ അഭിപ്രായത്തിലേ ഇജ് പറയുമ്പോ ഒരു 10:30 എത്തിയാൽ മതി. എന്നാലല്ലേ സുഖമായിട്ട് കയറാൻ കഴിയുള്ളൂ. പല അവസരത്തിലാ പോണേ. നമ്മളെന്തിനാ പോണേ? നമ്മള് പാസ്പോർട്ടിൽ ഒരു അച്ചു വെക്കാനാ പോണേ. അപ്പൊ പാസ്പോർട്ടിൽ അച്ചു വെക്കാനോ? അതിനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സീൽ എടുത്താൽ കുത്തിയാ പോരാ. രജ്ജി വെറുതെ 10-60 മുടക്കിങ്ങാണ്ട് ഒരു പരിപാടിക്ക് വരണോ? അടുത്തി കയറണം. മോങ്ങത്തി കയറണം. പോവാൻ നിന്നപ്പോ ആശിമിന് ഇത് വ്ളോഗ് എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. എങ്ങനെ പിന്നെ ഇതൊക്കെ നടക്കുക? അത് റെഡിയാ. ഞാൻ പറയുമ്പോ ഇത് കൊണ്ടണ്ട. അതവിടെ കുറച്ചുകൂടി ബെൽറ്റ് എടുത്തൂടെ ഞങ്ങക്ക്? ഇത് കടത്താൻ ചോദിക്ക. അത് ഇങ്ങോട്ട് കടത്താൻ ചോദിക്കാം. അത് കടത്താൻ പറ്റൂല. അതിന്റെ ഇത് ഇനി ഉള്ളിൽ പോവില്ലല്ലോ. ഇത് ഇങ്ങനെ വെച്ചാ പോവാ? അത് പോവും. അത് കിട്ടും. ഓല എവിടെ വെക്കണോ ചോദിച്ചോക്കിയാ? വണ്ടിയുടെ സ്ഥലം ഉണ്ടോ ചോദിക്കാം. ആ വണ്ടി സ്ഥലം ഉണ്ടാവും. പണ്ടാറങ്ങ അതൊക്കെ പാടെ വെച്ച് ഒരു മണിക്കൂർ ഇവന്റെ പെട്ടിയിലാണ് എത്തൊക്കെ വെച്ചേ. കയറിയ പോവാ നമ്മള്.
ആ അല്ല നമ്മളാ ഈ ഗസ്റ്റ് അപ്പൊ കാട്ടിയോ ഇതില് ഈ വണ്ടി കാട്ടിയോ വണ്ടി പറ്റിയില്ല വണ്ടി കിട്ടിയില്ലേ പോലെ ഇത്ര നേരം എവിടേക്കാ നോക്കിനിയേ ഇജ്ജ് പാസ്പോർട്ട് എടുത്തില്ല ഇനി പോരണ്ട ഇവിടെ നിന്നോ അല്ലേ ആസിമേ 11 മണിക്കൂർ 10 മണിക്കൂറുള്ള ഫ്ലൈറ്റിന് ഇപ്പൊ നേരെ വെച്ചത് ഇനിയിപ്പോ അത് ഏടായി നോക്കിയാ ഇജ്ജ് ഞാൻ പറയുമ്പോ ഇജ്ജ് ഓർഡർസൊക്കെ പോരുന്ന ഇനി നമ്പർ അറിയില്ലേ 00 ഇനിയിപ്പോ ഫ്ലൈറ്റ് കേറുമ്പോ എല്ലാവരും കണ്ടായിരുന്നു പാസ്പോർട്ടില്ലേ പുതിയ മാങ്ങ പോവാ പോര് പോകുമ്പോ മാങ്ങ പോന്നാ ഇത് നേരല്ല ഇനി ഇതിനൊന്നു ഉണ്ടോ അടുത്ത് പോക്കറ്റ് കിട്ടാ കയ്യിൽ വെച്ചോ കയ്യിൽ വെച്ചോ ഇനി കേറുമ്പോ കിട്ടൂലത് തോന്നുന്നത് ആ സെലിബ്രിറ്റിന്റെ ഒരു മണിക്കൂർ ഇപ്പൊ സ്വീപ്പായിട്ട് അത് വെച്ച് കേറിയാ ചൊന്ന് നോക്കിയതേ ഇതോടെ വെച്ചാ റെഡിയാ ഇച്ച് തോന്നുന്നത് ആ സെലിബ്രിറ്റി ആരാന്ന് ഗസ് ചെയ്യാള് അങ്ങ് കുടുങ്ങിണ്ടാവും ഇപ്പൊ ആ വീഡിയോയില് കാണിച്ചില്ലല്ലോ കന്നൂട്ടാനാ പോന്നെ എത്ര ചിത്ര പേർത്തുകണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ നിങ്ങൾ വണ്ടി എങ്ങനെ ഓണാക്കണ്ടി അറിയില്ലേ തപ്പാണ് ബോസിത്ത് ഇതിപ്പോ ഞാൻ ഇന്നലെ ഒരു ദിവസം കൊണ്ടുപോയി നമ്മക്ക് ഇതിന്റെ കൂട്ടൻസ് കിട്ടി ബോസിത്ത് 3 ദിവസം ഇത് വാങ്ങിട്ട് ബോസ് ഇങ്ങനെ തപ്പത് ഏതോ എ സിയുടെ സ്വിച്ച് ഇവര് വെറുതെ ചോദ്യതേ വണ്ടി കാണാൻ വന്നതാണ്ടാ കുണ്ടന്മാര് ഫുള്ള് മുസ്താഖിനോട് വിളിച്ചു കാണ്ട് ഒന്ന് പോർച്ചുക്ക് മട്ടം പോലെ വെക്കാൻ മതി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മള് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവില് എവിടെ എത്തിക്കണേ? ഇത്ര നേരം ഉറങ്ങല്ലേനു? ഇഞ്ഞും കഴിഞ്ഞില്ല എന്റെ ഉറക്ക്. ആവിയല്ലത്, അതൊക്കെ ആന പോണ ഇതായിണ്. ഞമ്മ പോണേ നമ്മള് രാത്രി 12 മണിക്ക് വിളിച്ചു കാണ്ട് നമ്മള് ഇതില് പട്ടായ ഉണ്ടോന്ന്. പട്ടായ ഉണ്ടോന്നോ? പിന്നെ എന്തിനാ പട്ടായ? നമ്മളത് ചോദിച്ചിട്ടില്ല. ഞാനത് ചോദിച്ചിട്ടില്ല. എങ്ങനെ എനിക്ക് പിന്നെ പെണ്ണ് റെഡിയാവാ? ഇങ്ങനത്തെ ഒക്കെ മനസ്സിലിരിപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ റെഡി ആവുക? ഞാനത് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബോസ് കാട്ടിയാട്ടെ, അതിന്റെ തെളിവോട് കാട്ടിയാട്ടെ. ബോസ് കാട്ടിയാട്ടെ, മനസ്സിലുണ്ട്, നമുക്കറിയാം. നമുക്ക് അങ്ങനത്തെ ഹറാമിയത്തായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇതും ഈ ടൂറിൽ നമ്മൾ ആഗ്രഹിക്കണില്ല. പിന്നെ എന്തിനാണ് നമ്മള് തായ്ലാന്റ് പോവാ. എത്ര സ്ഥലത്തേക്ക് വേറെ പോവാ. അങ്ങനെ എന്താ തായ്ലാന്റ് കാണാൻ പറ്റൂലേ? തായ്ലാന്റ് കാണാൻ പറ്റൂലേ? തായ്ലാന്റ് കാണാൻ പറ്റും. വിചാരമുണ്ട് തായ്ലാന്റ് പോയാ വേറെന്തോ സംഭവങ്ങൾ. നമ്മളങ്ങനത്തെ ഒരു ഉദ്ദേശത്തിനല്ല പോണേ. നമ്മള് തായ്ലാന്റ് എക്സ്പ്ലോർ ചെയ്യാം, അവിടുത്തെ കാര്യങ്ങൾ കാണുക. നമ്മള് കടുവനെ പിടിച്ചാനാ പോണേ. കടുവന്റെ എവിടെ പിടിച്ചാനാ പോണേ? ബാസിത്ത് എന്തിനാ പോണെന്നുള്ളത് ബാസിത്ത് പറഞ്ഞോ. ബാസിത്ത് എന്തിനാ പോണേ? ബാസിത്ത് അല്ല ഈ ചാനലില് ഇതിൽ ഏറ്റവും കൂടുതൽ പട്ടായന്റെ കാര്യത്തിൽ ഇത്രയും കൺസേൺ ആണ്. രാത്രി ഉണ്ടല്ലോ 12-1 മണി ഞാൻ പറയില്ലേ, അതിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ എന്താ വെച്ചാ ഇവന് 27 വയസ്സായി, ഇതുവരെ ഒരു ലൈന് സെറ്റ് ആയിട്ടില്ല. ഒരു കുട്ടിയില്ല പനി സ്വന്തമായിട്ട്. അപ്പൊ ഇവന് ഇതൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഒരു 10-27 വയസ്സായ ഒരാൾക്ക് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടാവും, വികാരങ്ങൾ ഉണ്ടാവൂലേ? നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളും നമുക്ക് നേരാവുമ്പോ ഉണ്ടല്ലോ, നമുക്ക് നേരാവുമ്പോ നമ്മള് പെണ്ണിട്ടോ. ഇപ്പൊ നമുക്ക് അതിന്റെ സമയമായില്ല. എപ്പോഴാ ഞാവ് കട്ടായോ? സംഘം കട്ടാക്കി നമുക്ക് ഏകദേശം നമുക്ക് ആകെ 8 കിലോമീറ്റർ ഇനി വിടുന്നുള്ളൂ. ആകെ 8 കിലോമീറ്ററും ഇല്ല, ആകെ 6 കിലോമീറ്ററോ. തായ് ഭാഗത്തിനുണ്ടോ? തായ് ഭാഗത്ത് കായല്ലേ? തായ്ഭാഗത്ത് കായ അത് വാസിതാറേ.
തായ്ലാൻഡ് പോണെങ്കിൽ തായ് ഭാഗത്ത് വേണം പറഞ്ഞു ബാസിന് മതി. അതെന്തോ അവിടുത്തെ എന്തോ ഒരു ഐറ്റം കുളിയാണ്. അത് ശരിക്കാരെ കരുതേ ശരിക്കും അതാരെ കരുതിയ ബാസിത് പറഞ്ഞോട്ടെ ഞാനല്ല നമ്മക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയൊക്കെ തോന്നണ അമ്മ കൂടുതൽ പ്രീമിയം അനുസരിച്ചുണ്ട്. ഇപ്പൊ വേറെ വണ്ടിയില്ല അല്ലേ? ഇപ്പൊ അവരോട് ചോദിച്ചോക്കെ മൂപ്പരാണ് പറഞ്ഞത് തോന്നുന്നുണ്ടോ? അല്ല കുറച്ച് ആൾക്കാർ എന്താ വെച്ചാൽ ആർക്കും വല്ലാതിനെ പറ്റിയ വലിയ അറിവില്ലാത്തോണ്ടേ കുറെ ആൾക്കാർ വിചാരിച്ചത് തായ്ഭാഗത്ത് എന്ന് പറഞ്ഞാ അത് അവിടെ എന്തോ ഒരു ടൈപ്പ് ഓഫ് കുളിയാണ് എന്നാ വിചാരിച്ചേ. പ്രീമിയം കുളിയാണെന്ന് എഴുതിക്കണല്ലേ. അല്ല സംഭവം ഉണ്ടായിട്ടോ. നമ്മള് വണ്ടി തട്ടി നിർത്തിയിലാണ് സ്റ്റേഷനിലൊക്കെ പോയി. അതാണ് നമ്മള് ഇതിന്റെ ഇടയ്ക്ക് വ്ളോഗിന് ഒരു ഗ്യാപ്പ് വന്നത്. നമ്മൾ ചെറിയ ചൊറയിലേന് ശരിക്കും വ്ളോഗ് ആക്കേണ്ടിനി. നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റി ഒന്നും വലിയൊരു ധാരണ അല്ല, ഏതൊക്കെ കണ്ടന്റ് ആക്കേണ്ടാത്തതെന്നോ. അതിന് നമ്മൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സീരിയസ് സിറ്റുവേഷൻ അതിനെ ആവണ്ടേ, നമ്മളാവുന്ന അവിടെ നിന്ന് വീഡിയോ എടുത്തില്ല. നമ്മൾ കുറച്ച് റോങ്ങേന് അതുകൊണ്ട് നമ്മളത് വീഡിയോ എടുത്തില്ല. അപ്പോൾ നമ്മളെ വണ്ടിക്ക് വന്ന് തട്ടി, ഇതിനല്ല മറ്റേ വണ്ടിക്ക് വന്നാണ്ട് തട്ടിയിട്ട് നിർത്താതെ ചെറുക്കം പോയി അവൻ്റെ പിന്നാലെ കൂടി വണ്ടി എടുത്ത് കൂടി പിടിച്ച് സ്റ്റേഷനിലൊക്കെ പോയിങ്ങാണ്ടാണ് ഇപ്പം നമ്മൾ വരുന്നത്. അങ്ങനെ ഡിലേ ആയതാണ് നമ്മളെ വ്ളോഗ്. നമുക്ക് എത്ര മണിക്കാ കയറാൻ പറഞ്ഞ ഉള്ളിക്ക്? സമയം 6 മണി. എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും പോകാനും ഒരു കമ്പല. നമ്മുടെ ടീമിനകത്ത് ഇങ്ങനെ ആയി. പിന്നെ മോശമാണെന്ന് തോന്നുന്നു. കുഞ്ഞിക്കൂട്ടുണ്ടായി സത്യായിട്ടും ഓണ്ടേ ഇപ്പൊ ഇതൊക്കെ കുഞ്ഞിക്കുട്ടനെ എല്ലാരും മിസ് ചെയ്യണ്ടെന്നാ പറയാ. കുഞ്ഞുകുട്ടനെ വിളിച്ചേ വാസ്തു വിളിച്ചു. കുഞ്ഞുകുട്ടനെ ഞങ്ങൾ വ്ളോഗിന്റെ ഇടയിൽ കൂടെ വിളിക്കണേ. വ്ളോഗിന്റെ ഇടയിൽ കൂടെയാണ് വിളിച്ചേ പറയണ്ട. വ്ളോഗിന്റെ ഇടയിൽ കൂടെ വിളിച്ചെന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് ചിലപ്പോൾ ഒന്ന് മെയിൻ ആവാനൊക്കെ നോക്കും. അത് വേണ്ട, ഓൻ അങ്ങനെ അത്ര മെയിൻ ആവണ്ട. ഓനെ സാധാരണ നോർമൽ കോൾ വിളിച്ചു നോക്കും. ഓൻ എന്താ പറയണെന്നുള്ളത് ശരിക്കും കാണാം. ഒരു എന്താ തെറി പറയും, കാരണം കൺഫേം ആയിട്ട് തെറി പറയും. ആള് തെറി പറയും. കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ, ഇത് തിന്നുണ്ടോ അതങ്ങനെ വെച്ച് കൂട്ടലാണ്. ഇതിനിങ്ങനെ തെറി വിളിക്കണ്ട. പിന്നെ ഞാൻ തായ്ലാൻഡ് പോവാട്ടോ. അങ്ങനത്തെ കൊണ്ടുണ്ട് പറയാ. അങ്ങനത്തെ കൊണ്ടുണ്ടേ പറയും. വ്ളോഗ് മുട്ട നല്ല മുത്ത. ഞങ്ങക്കത്തെ മാണ്ടി പറയാം. ഞങ്ങക്ക് മാണ്ടി കൊണ്ടുവന്നേരും. പറയാൻ കഴിയൂലേ? മുരിങ്ങാക്കോല് കൊണ്ടുവരണോ? തായ്ലാൻഡ് കാട്ട പോണേ, അതിനനുസരിച്ച് കാട്ടുള്ളത് പറഞ്ഞോ. അനക്ക് മാണ്ടി പറഞ്ഞ ഈ ടൂറിന് അനക്ക് മാണ്ടി കൊണ്ടുവന്നേരും. ആശിമ പറയണ്ട എന്നെ മിസ് ചെയ്യുന്നുണ്ട്. അനക്ക് തായ്ഭാഗത്ത് കൊണ്ടുവരണം മാണ്ടേ പറഞ്ഞ. തായ്ഭാഗത്ത് വേണോ മാണ്ടേ പറയും. കൊടുത്തോളെ. എന്റെ ഒരു അറിവില് എന്തൊക്കെ സാധനം 2 അനക്ക് തായ് മസാജ് വേണോ? അതെന്തേ? ആറാമോ? ഓന് മനസ്സിലാക്കണം. ഓനിതാ പറയാ, ഓന് കറക്റ്റ് ക്യാച്ച് ചെയ്തിരുന്നത് വീഡിയോ ആണെന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓനൊന്നും ഒരിക്കലും ഇങ്ങനെ അല്ല. ഇവനൊന്നും ഇങ്ങനെ അല്ല. അവന് മനസ്സിലാക്കണത് വീഡിയോ ആണെന്നുള്ളത്. അല്ല ഓനും വിചാരിച്ചതേ തായ്ഭാഗത്ത് എന്തോ തിന്നാൻ പറ്റിയ സാധനം വെച്ചേക്കാണ്. തായ്ഭാഗത്ത് മറ്റേ ബർക്കി മരിക്കത്തെ എന്തോ കടിച്ചാൻ പറ്റുന്ന സാധനമാണ്. 2 തോളി തായ്ഭാഗത്ത് എന്തോ തിന്നാൻ പറ്റുന്ന സാധനം വെച്ചേക്ക. നോക്കിയാ ഞാൻ കുറച്ച് തിരക്കില്ല. ഒന്ന് വെച്ചാ അത് കടയാടി മാത്രമേ വരുന്നുള്ളൂ. അല്ലാത്തൊന്നും വരുന്നില്ല. മാറിയ അവിടെ അപ്പനാ മറ്റേ തേപ്പ് കിട്ടിയില്ലേ കാസർഗോഡിന്ന്? കാസർഗോഡിന്ന് തേപ്പ് കിട്ടി.
പാസ്പോർട്ട് എടുത്തില്ല പാസ്പോർട്ട് എടുത്തില്ല മൊണ്ണേ ഇയാള് പാസ്പോർട്ട് എടുത്തില്ല. ചെക്കിങ്ങിൽ ഷർട്ടൊക്കെ ഊരേണ്ടി വരും. ബെൽറ്റ്, ഷർട്ട്, ഷൂസ്, എന്തെങ്കിലും ഷെഡ് ഇട്ടണോ? ഷെഡ് ഇട്ടില്ല, ട്രൗസർ പിന്നെ അതിന്റെ ഉള്ളിൽ ഒന്ന്, അതിന്റെ ഉള്ളിൽ വേറെ ഒന്ന്. ചിത്രത്തായിട്ട് പൂട്ടിക്കാതെ അപ്പൊ എന്തിനാ ഇത്ര ഇതില്ല എന്റെ അതിന് മാത്രമൊക്കെ ഉണ്ടോ നമുക്ക്? സേഫ്റ്റിയാണ് പ്രധാനം. ചെറിയ ഉന്നക്കായി തന്നെയല്ലേ ആ ഉന്നക്കായ്ക്ക് ട്രൗസർ, അതിന്റെ മേലെ പൊട്ടച്ച റബ്ബേ. അപ്പൊ നീച്ചു പോയിട്ട് നോക്കിയാ നമ്മ ഇതൊരു പരിപാടി എടുക്കണതിന്റെ അടിയിൽ എന്റെ വലക്കമ്മ ഒരു ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് മാറിയെന്നോ? എന്റെ ഗ്രൂപ്പിൽ ഗൈസ് നമ്മള് ഡുവൽ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെൽഫി വിത്ത് ബാക്ക് ക്യാമറ. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. അല്ല അതേ എത്ര പരിപാടി ഒന്നുകൂടി കാണാൻ വേണ്ടോ? താത്ത ജർമ്മനിക്കാ ആരെങ്കിലും കിട്ടിയാൽ മതി എനിക്കില്ലേ? ബി അപ്പുറത്തുണ്ടാവും. നമ്മളിപ്പോ കൊടുക്കാൻ വന്നിക്കണ അറിയോ? നമ്മൾ ഒടുക്കല്ലേ വന്നത്, നമ്മക്കറിയില്ല. നമ്മള് പെരിയിൽ തന്നെ തായ്ലാൻഡിക്കാരാണ് പോകുന്നതല്ലേ, പിന്നെ ഒടുക്ക ഒന്ന് വെച്ചു. ബഹുമാനപ്പെട്ട അല്ലർ ലുക്ക് നോക്കിയതാ. ചോദിക്കണല്ലേ കളർ അടിച്ചിക്കാണ്. സൈഡൊക്കെ വവ്വാല് അണ്ടിയും പേരിയായി. ഞമ്മത് വവ്വാല് അണ്ടിയും പേര്. ഇവന്റെ ഒന്ന് നോക്കിയത് ഏതാ? ഇതൊക്കെ മൂത്തേ ശരിയായ പി കട്ട്. അങ്ങോട്ട് ഇവിടെ എത്തിക്കണതൊക്കെ നെറ്റ് കയറണ രണ്ട് ഉത്തരങ്ങളല്ല. ഒന്ന് പാരമ്പര്യം, പിന്നെ ഒന്നെന്താ ഒന്ന് വേറെ സാധനം ഉണ്ട് പറഞ്ഞു. ഇതൊന്നും വിഷയമല്ല. ബാങ്കോ കായുണ്ടേ പെണ്ണിട്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടോ? കായുണ്ടേ പെണ്ണിട്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞോ, പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് പറയുന്നത്. സത്യം പറഞ്ഞോ? ഇല്ലല്ല, പൈസ മാത്രമാണ് അൾട്ടിമേറ്റ്. അങ്ങനത്തെ ചിന്താഗതി നിങ്ങൾക്കില്ല. അങ്ങനല്ല, കായുണ്ടെങ്കിൽ പെണ്ണ് കിട്ടുന്നുള്ളൊരു ചിന്ത ഉണ്ടോ? പക്ഷെ ഇന്നോട് ഇവലൊക്കെ പറയണത് വെച്ചാൽ പൈസ ഉണ്ടായാൽ മതി പെണ്ണിട്ടു. ബഹുമാനപ്പെട്ട ഷാബാസ് ചികിത്സയിലാണ്. ഷാബാസ് ചികിത്സയിലാണ്. മൂക്കിന്റെ ഓട്ടേ കണ്ടത് വലിച്ചു ഉള്ളിലേക്ക് വലിക്കടാ. ഇവനെന്താ വെച്ചാ നമ്മള് തായ്ലാൻഡിലേക്ക് ടൂർ കൊണ്ടുപോകുന്ന ആൾക്കാർക്കൊക്കെ ഒന്നെങ്കിൽ അവിടെ ലിഗമെന്റ് ഇല്ലാത്തവര് സംസാരിച്ചു നോക്കിയാ ഇതൊക്കെ തുറന്നിട്ട് പിന്നെ ഇവിടെ കുറച്ച് കളഞ്ഞുകണോ? എന്നാ ഞാൻ എന്നോട് വേറൊരു കാര്യം പറഞ്ഞ, ഇവിടെ പോയിന്, ഇവിടെ പോയില്ല. ഇവര് മന്ദനല്ലേ. നമ്മളെന്താ വെച്ചാൽ നമ്മളിപ്പോ ടൂറ് പോന്നാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ അല്ല, ഇതൊക്കെ ബട്ടൺസ് ഒന്ന് അയച്ചാ വേഗ പാളിയപ്പോ ഒറ്റടിക്കും മറുവാന്ന്. ഇജ ബട്ടൺസ് ഒന്ന് അയച്ചാ നോക്കട്ടെ. സിക്സ് പാക്ക് നഞ്ഞത്ത ശരീരം ദാസേ 2 മാസം മുമ്പ് നിർത്തലടങ്ങിയതാ താടി. തായ്ലാൻഡിക്ക് പോവാണ്ട് തെറ്റിയാണ്ട്. താടിയില്ലല്ലോ ഇനി, അത് നോക്കിയാ വേണ്ട. അല്ല, എൻ്റെ താടിയിലാറ് രോമുണ്ടായിരുന്നു എൻ്റെ തുടമ്പലും ഇവിടെയൊക്കെ. എത്തി കളഞ്ഞേ നോട്ടെ.
പിന്നെ പോടാവുന്നു അത് കാട്ടില്ല എന്നാ ഇജ്ജ ഒന്ന് മണ്ടിജ ഒന്ന് പോയാണ്ട് തുറക്കാൻ പറഞ്ഞു തുറക്കാൻ പറഞ്ഞ അപ്പോത്തിന് തുറക്കുകയാണെങ്കിൽ അപ്പോത്തിന് സാരില്ല വ്ളോഗ് ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എത്തുമുട്ട പിന്നെ എങ്ങനെ പിന്നെ അത് എടുക്കുക. നമ്മളിപ്പോ വന്നിക്കണത് പട്ടായല്ലേ ഇപ്പൊ ഇത് പട്ടായല്ലേ പോത്തിന് ഇവിടെ എത്തി അതിന് മുമ്പേ പട്ടായ അല്ല ഇത് പട്ടായാണ് ഇത് പിന്നെ എവിടെ ഇത് പിന്നെ എവിടെ ഇതിന്റെ ക്യാപിറ്റലാണ്. റൂം എത്തിയപ്പോ അല്ലല്ല അല്ല ഇവരെ കൂടെ ഷാബാസ് റൂമില ഒരു റൂമിൽ തന്നെ പോയേ ഹെൽമെറ്റിന്റെ റൂം ഇതൊന്ന് കാട്ടിയായ ഒന്ന് റൂം മനസ്സിലാവുന്ന കാണുന്നിട്ട് എത്ര